ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തെ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിഭാഗമുണ്ട്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ, ഉദ്യോഗാർത്ഥികൾ, സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, പോലീസിൽ 304 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു എന്നതാണ്. 252 സിവിൽ പോലീസ് ഓഫീസർ തസ്തിക സൃഷ്ടിച്ചിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ അത് തീരുമാനമായിരിക്കുന്നു. പക്ഷേ വനിതാ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന് നിരാശ തന്നെയാണ്. 28 തസ്തികകൾ മാത്രമാണ് പുതിയതായി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ്. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, 10 ദിവസം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് തീരാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ സഹന സമരം കണ്ടതാണ്. WCPO പുതിയ തസ്തികൾ 28 എണ്ണം മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് അവരുടെ പ്രതികരണം, തീരുമാനം എന്താണ് മന്ത്രിസഭാ യോഗത്തിൽ? വിനിത, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ അവർ സമരപ്പന്തലിൽ നിന്നത്. അതുകൊണ്ടാണ് ഇന്ന് മറ്റ് ശക്തമായ സഹന സമരങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കാതിരുന്നത്. ഇന്നലെ വരെ നമ്മൾ കണ്ടതാണ് വ്യത്യസ്തമായ സമരങ്ങൾ, മുട്ടിലിഴഞ്ഞും അതുപോലെ കയ്യിൽ കർപ്പൂരം കത്തിച്ചുമൊക്കെയുള്ള സ്വയം പീഡന സമരങ്ങളായിരുന്നു ഈ വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് പട്ടികയുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തിയത്. പക്ഷേ ഇത്രയും ദിവസം സമരം നടത്തിയിട്ടും 8 ദിവസമായി സമരം നടക്കുന്നു. എന്നിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്ന പരാതിയിലേക്ക് അവർ എത്തുകയാണ്. കാരണം 28 തസ്തികകൾ മാത്രമാണ് സൃഷ്ടിച്ചത്. അതും പോക്സോ കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ എല്ലാ പോലീസ് ജില്ലകളിലും പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 304 തസ്തികകൾ പോലീസിൽ സൃഷ്ടിച്ചത്. അത് SI മുതലുള്ള തസ്തികകളാണ്. അതിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുണ്ട്, സിവിൽ പോലീസ് ഓഫീസർമാരുണ്ട്. അതിന് ഇടയിലാണ് 28 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ തസ്തിക സൃഷ്ടിക്കപ്പെട്ടത്. ഏതായാലും ഈ പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അവർ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരുന്നത് സെക്രട്ടേറിയറ്റ് പടിക്കൽ. ഇന്ന് സമരങ്ങൾ മറ്റ് രൂക്ഷമായ സമരങ്ങളിലേക്കൊന്നും കടക്കാതെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കും. പട്ടിക കാലാവധി അവസാനിക്കാൻ 10 ദിവസം മാത്രമായതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത്, മന്ത്രിസഭയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. ഏതായാലും പ്രതീക്ഷകളൊക്കെ തകർന്നിരിക്കുന്നു. 28 തസ്തിക മാത്രം സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് സമരം നീങ്ങുമോ എന്നറിയില്ല. ഏതായാലും അല്പസമയത്തേക്ക് തന്നെ നമുക്ക് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം ലഭ്യമാകും. സമരപ്പന്തലിലെത്തും, അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് എത്താം. പക്ഷേ റോഷിപാൽ, 252 സിവിൽ പോലീസ് ഓഫീസർ തസ്തികയാണല്ലോ സൃഷ്ടിച്ചത്. നമുക്കറിയാവുന്നതുപോലെ അവരും ഏറെ ദിവസങ്ങളായി നമ്മോട് ഉൾപ്പെടെ അക്കാര്യങ്ങൾ, അവരുടെ പരാതികൾ പറയുന്നുണ്ടായിരുന്നു, ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഈ 304 പുതിയ തസ്തിക സൃഷ്ടിച്ചതോടെ അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമോ? വിനിത, അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരമാകില്ല. കാരണം ഈ പട്ടികയിൽ കട്ട് ഓഫ് മാർക്ക് തന്നെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചതാണ്, പട്ടിക ചുരുക്കിയതാണ്. കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമനം ഒട്ടും ലഭിച്ചില്ല എന്ന പരാതിയാണ് അവർക്കുള്ളത്. കാരണം ഏതാണ്ട് കട്ട് ഓഫ് മാർക്ക് ഇരട്ടിയാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ റാങ്ക് പട്ടിക ചുരുക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണത്തെ റാങ്ക് പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ റാങ്ക് പട്ടിക താരതമ്യേന താഴ്ത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് നിയമനം ലഭിക്കേണ്ടതാണ്. പക്ഷേ കാലാവധി അവസാനിക്കാൻ സമാനമായി തന്നെ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിനിടയിൽ അവധി ദിവസങ്ങളും വരും. അതുകൊണ്ട് അവർ പ്രതീക്ഷ അസ്തമിച്ച ഒരവസ്ഥയിലാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുള്ളത്. ഇത് തന്നെ ഇപ്പോൾ പോക്സോ കേസിന് പ്രത്യേക വിഭാഗത്തെ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ 304 തസ്തികകൾ സൃഷ്ടിക്കാനുള്ള തീരുമാനം എടുത്തത്. അതിൽ 252 സിവിൽ പോലീസ് ഓഫീസർമാരാണ്. അതിൽ തന്നെയാണ് ഈ 28 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ.